കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പുറത്തെത്തിക്കാനായില്ല. സ്ഥലമുടമ മണ്ണുമാന്തി യന്ത്രം കടത്തിവിടാത്തതിനാൽ രക്ഷാദൗത്യം പ്രതിസന്ധിയിലാണ്. ശരീരമാസകലം പരുക്കേറ്റ ആന സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ആനയെ കരയ്ക്കെത്തിച്ചാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോടെ തുടർ നടപടികൾ സ്വീകരിക്കും. ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധവും തുടരുകയാണ്. രാവിലെ ഒന്നും ആനയ്ക്ക് കുഴപ്പമുണ്ടായില്ല. ഇപ്പോൾ ആളുകൾ ഈ പോലെ പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി ആനയ്ക്ക് മുഴുവനായിട്ട് ഇടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയിട്ട് തലയ്ക്കൊക്കെ നല്ല മുറിവുണ്ട്. ഇത് എത്ര നേരം ഇതിൻ്റെ അത് കിടക്കുമെന്ന് അറിയാൻ പാടില്ല. ഇത് ആദ്യം സൗകര്യം തന്നിട്ട് ഇവിടെ നമ്മൾ വണ്ടി ഇറക്കും. രണ്ടാമത് പറയുന്നത് ഈ സാധനം ഇത് ഏറ്റവും ഡേഞ്ചർ ആനയാണ്. ഇത് നാളെ ഒരു മനുഷ്യനെ കൊല്ലാൻ അത്രയ്ക്ക് സ്ഥിരം ശല്യക്കാരാണ്. അപ്പം നമുക്ക് ഇവനെ മയക്കുവെടി വെച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ ഇവിടെ ഒഴിവാക്കണം. അതാണ് നമ്മുടെ രണ്ടാമത്തെ ആവശ്യം. കാരണം ഇത് നാളെ ആരെയും എന്ത് വിളിയും സംഭവിക്കാവുന്ന ഒരു സാധ്യതയുള്ള ആനയാണ്. കാരണം ഇത് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാവുന്ന ആനയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഈ സാധനത്തെ ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോയേ പറ്റുള്ളൂ. ആനയെ മയക്കുവെടി വെച്ച് മാറ്റണമെന്ന് എൽദോസ് കുന്നപ്പള്ളി MLA ആവശ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് ആനയെ പിടിച്ച് ഇവിടുന്ന് തുരുത്തി ഓടിച്ച ആന ഇവിടുന്ന് പോകത്തില്ല. അത് മാത്രമല്ല അക്രമാസക്തമായിട്ടുള്ള ആനയാണെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ ആനയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുത്തി മയക്കുവെടി വെച്ചതിന് ശേഷം ആനയെ കൊണ്ടുപോയി ചികിത്സ നടത്തി അത് ഏറ്റവും കാട്ടിൽ കൊണ്ടുപോയി തിരിച്ചയക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിവിധി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട RDO ഇപ്പോൾ കളക്ടറുമായി സംസാരിക്കുന്നുണ്ട്. അധികം വൈകാതെ 144 ഇവിടെ പ്രഖ്യാപിക്കും. ആളുകൾ കൂടി നിൽക്കുന്നത് ആനയെ കൊണ്ടുപോകാനും മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നതുകൊണ്ട് ഉടൻ തന്നെ 144 പ്രഖ്യാപിച്ചതിന് ശേഷം മറ്റു നടപടികളിലേക്ക് പോകും. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കോതമംഗലത്ത് നിന്ന്. വിഷ്ണു, ആനയെ കരകയറ്റാനുള്ള വനം വകുപ്പിന്റെ ശ്രമങ്ങൾ, വനം വകുപ്പ് ഇതുവരെ കാര്യമായി ശ്രമിച്ചിട്ടില്ല. അവിടെ നിരീക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രദേശവാസികളുടെ എതിർപ്പ് അവഗണിച്ച് രക്ഷാദൗത്യം നടത്താൻ കഴിയുന്നില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്താണ് പുതിയ വിവരം? തുടർ നടപടികൾ ഉണ്ടാകുമോ? കുറേ മണിക്കൂറുകളായല്ലോ ഈ ഒരേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് ആ മേഖല. വിജയകുമാർ, ഏകദേശം 10 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ മേഖലയിൽ ആന കിണറ്റിൽ വീണിട്ട്. പക്ഷേ വനംവകുപ്പ് കാര്യമായ രക്ഷാപ്രവർത്തനങ്ങളും നടത്തുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരീക്ഷണം തുടരുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നാട്ടുകാരുടെ പ്രതിഷേധം തന്നെയാണ്. നാട്ടുകാരുടേതൊരു സ്വാഭാവികമായ പ്രതിഷേധമാണ്. കാരണം കഴിഞ്ഞ കുറേ തവണയായി ഇത്തരത്തിൽ തങ്ങൾ വലിയ രീതിയിലുള്ള ഈ ആന പ്രശ്നം നേരിടുന്നുവെന്ന് വനംവകുപ്പിനെ നിരന്തരം അറിയിച്ചിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാട് നാട്ടുകാർക്ക് വേണ്ടി ഉണ്ടായിട്ടില്ല. അതിൽ നിന്നുള്ള സ്വാഭാവിക പ്രതിഷേധം മാത്രമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ പ്രദേശത്ത് 7 മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. എന്നിട്ട് പോലും വനംവകുപ്പ് ഇങ്ങോട്ടേക്ക് എത്തി ഫെൻസിംഗ് സ്ഥിരീകരിക്കുന്നത് അല്ലെങ്കിൽ ഫെൻസിംഗ് വെക്കുന്നതിനൊന്നും ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ല. ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോഴും വനംവകുപ്പ് നിസ്സംഗത പുലർത്തി. അതിൽ നിന്നുണ്ടായ നാട്ടുകാരുടെ ഒരു സ്വാഭാവിക പ്രതിഷേധം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തരവ് നിർദ്ദേശങ്ങളൊക്കെ നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. ആരും അങ്ങോട്ടേക്ക് പോകരുത്, ആ പ്രദേശത്തേക്ക് കൂടുതൽ ആളുകൾ പോകരുത്, അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും. പ്രത്യേകിച്ച് ഈ ആന രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയതോടുകൂടി കിണർ ഇടിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥല ഉടമ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമാണ്. കാരണം ഒരുപാട് കുടുംബങ്ങൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് ജീവിക്കുന്നതാണ്. അവരുടെ എല്ലാം ഏക ജലസ്രോതസ്സാണിത്. ഇത് ഇത്തരത്തിൽ ഈ ആനയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പൊളിച്ചു മാറ്റി അല്ലെങ്കിൽ മണ്ണിടിച്ചു കഴിഞ്ഞാൽ അത് നവീകരിക്കുന്നതിനുള്ള തുക ഉറപ്പായും നൽകേണ്ട ഉത്തരവാദിത്വം വനവകുപ്പിനുണ്ട്. ആ തുക ലഭിക്കാതെ ഈ രക്ഷാപ്രവർത്തനത്തിന് അനുവദിക്കില്ല, അങ്ങോട്ടേക്ക് JCB കയറ്റാൻ അനുവദിക്കില്ല എന്നവർ പറയുന്നു. അതൊരു സ്വാഭാവിക നടപടി അല്ലെങ്കിൽ സ്വാഭാവിക പ്രതിഷേധം മാത്രമായി നമ്മൾ കണ്ടാൽ മതി. വനവകുപ്പിന്റെ ഭാഗത്ത് കൃത്യമായ ഇടപെടൽ വേണം. ഇവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത് അനിവാര്യമാണ്. കാരണം ഇത്രയും നാൾ പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള ഇടപെടലും വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. ഇങ്ങനെ ഒരു പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവരുടെ സ്ഥലത്തേക്ക് എത്തി അവരുടെ സ്ഥലങ്ങൾ ഇടിച്ചു കളയുന്നത് അത് എത്രത്തോളം മനുഷ്യത്വവിരുദ്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം 25-ലധികം വരുന്ന കുടുംബങ്ങളുടെ ഏക ജലസ്രോതസ്സിലാണ് ഈ ആന വീണ് കിടക്കുന്നത്. ഈ നിലവിൽ RDOയുടെ നേതൃത്വത്തിൽ ചർച്ച പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഏറ്റവും പ്രധാനമായി ഉയരുന്ന ആവശ്യം, ഈ ആന ഒരു സ്ഥിരം പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് ഇവിടെ ജനപ്രതിനിധികളുണ്ട്. ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് എന്താണ് നിലവിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഞാൻ തൊട്ടടുത്ത പഞ്ചായത്തിലെ മെമ്പറാണ്. ഇത് സ്ഥിരം നാട്ടുകാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുരിതം തന്നെയാണ്. ഇതിന് എത്രയും വേഗം ഒരു പരിഹാരമാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ചർച്ച ചെയ്ത് നീട്ടിയിട്ട് കാര്യമില്ല. ഇതിനൊരു പരിഹാരം തന്നെയാണ് വേണ്ടത്. സ്ഥിരമായി പരാതികൾ നൽകാറുണ്ടോ ഈ വനവകുപ്പിന് ആനയുമായി ബന്ധപ്പെട്ട്? അവരുടെ ഭാഗത്ത് നിന്ന് ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സ്ഥിരമായിട്ട് പരാതിയൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇടപെടലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം ഫെൻസിങ് ഒക്കെ ഇടാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലാണ്ട് ഒരു തീരുമാനം തരുമൊന്നും ആയിട്ടില്ല.
പിന്നെ എന്നാന്ന് വെച്ചാൽ മറ്റൊരാളുണ്ട് നേരത്തെ ഈ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാളാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇവരോട് പരാതി നൽകിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്? ഒരു പ്രയോജനമില്ല. ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ജനപ്രതിനിധികൾ ഒത്തിരി ഉണ്ട്. കോൺഗ്രസിന്റെ, കമ്മ്യൂണിസ്റ്റിന്റെ, BJP ഉണ്ട്. അവരോട് പറഞ്ഞില്ലെങ്കിൽ ഫോറസ്റ്റ് കേന്ദ്രത്തിന്റെ ഞങ്ങൾ നോക്കി എടുക്കൂല. എന്നെ ഈ കാട്ടാൻ 2 പ്രാവശ്യത്തിൽ എറിഞ്ഞു കഴിഞ്ഞു ഇപ്പോഴും ഈ ഫോറസ്റ്റുകാർ ആരും ഇവിടെ വന്നില്ല. ഇന്ന് കേരളത്തിലുള്ള എല്ലാ ഫോറസ്റ്റുകാരും ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി വന്നു? അവർക്ക് കണക്കുണ്ടാക്കി എടുക്കാൻ വേണ്ടി. പ്രായമായ അപ്പൻ, അമ്മ, അവരുടെ വരുമാനം ടാപ്പിംഗ് തൊഴിലാളിയാണ്. അദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ടാണ് ഒരു കുടുംബം ജീവിക്കുന്നത്. അദ്ദേഹം ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആന വന്ന് ആക്രമിക്കുന്നത്. അതിനുശേഷം ഉണ്ടായ മെഡിക്കൽ ട്രീറ്റ്മെന്റും അതിനുള്ള എക്സ്പെൻസും വരെ കൊടുക്കാൻ, ഒരു ഫസ്റ്റ് എയ്ഡ് വരെയും കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഗവൺമെന്റിനെ കുറ്റം പറയുന്നതല്ല, ഈ ഡിപ്പാർട്ട്മെന്റ് എങ്കിലും ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. ഈ ജനങ്ങൾ ഇതുപോലെ പ്രതികരിക്കുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി. എനിക്കിത് പറ്റിയപ്പോൾ ഒരു 2 ഫോറസ്റ്റ് എന്റെ വീട്ടിൽ വരികയായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു 10-50 ഫോറസ്റ്റുകാരുണ്ടല്ലോ ഇവിടെ. എവിടുന്ന് വന്നു ഇവരെവിടുന്ന് വന്നു? എനിക്ക് പറ്റിയപ്പോൾ ഇവര് ആരെങ്കിലും വരെ വരാറുന്നല്ലോ, വന്നില്ല. കാരണം എന്നാ? ജനങ്ങളുടെ ഒരു സ്വാഭാവിക പ്രതിഷേധമാണ്. ഇദ്ദേഹത്തിന് നേരത്തെ കാട്ടാന ആക്രമണം ഉണ്ടായി. അപ്പോൾ ഒരു തരത്തിലുള്ള ഇടപെടലും വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായി അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു പ്രതിഷേധം മാത്രമായി കാണാം. എന്തായാലും 10 മണിക്കൂർ പിന്നിടുന്നു. ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇനി അടിയന്തര ഇടപെടൽ വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. അതല്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന പ്രതികരണം. ആ മേഖലയിൽ രക്ഷാദൗത്യത്തിന് വനം വകുപ്പ് ഒരുങ്ങുന്നു എന്ന സൂചനയുണ്ട്. അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കര കയറുമ്പോൾ ആന അക്രമാസക്തനാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ജനങ്ങളോട് ആ മേഖലയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് നടപ്പായിട്ടില്ല. ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വനം വകുപ്പ് രക്ഷാദൗത്യത്തിന് തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ആനയെ മയക്കുവെടി വെച്ച് മാറ്റണം എന്നാണ് എൽദോസ് കുന്നപ്പള്ളി MLA ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.